Hello everyone, welcome to our YouTube channel Knowledge Junction Learn with Sweetie. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി കൊളോണിയൽ ആധിപത്യത്തിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചും ഈ ദിനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ, ദിനത്തിനോടനുബന്ധിച്ച് വരുന്ന ചരിത്രം, സന്ദേശം എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ദേശീയ അവധി ദിവസമായി ആഘോഷിക്കുന്നു. 1947 ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിച്ചതും ആ വർഷം ജൂലൈ 18 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം നിലവിൽ വന്നതും ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ നീണ്ട പോരാട്ടത്തെ തുടർന്ന് സ്വതന്ത്രവുമായ ഒരു ഇന്ത്യൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതും സ്വാതന്ത്ര്യദിനം എന്ന ദിനത്തിനെ അടയാളപ്പെടുത്തുന്നു, മഹത്വവൽക്കരിക്കുന്നു. 1947 ഓഗസ്റ്റ് 14-15 തീയതികളിലെ അർദ്ധരാത്രിയിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങളായി വിഭജിച്ചതിൻ്റെ വാർഷികവും ഇത് അടയാളപ്പെടുത്തുന്നു. ഇന്ത്യ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. അതേസമയം പാകിസ്ഥാൻ അവിടെ സ്വാതന്ത്ര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച തീയതിയുടെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്ന് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. അടുത്ത ദിവസം ഇന്ത്യയിലുടനീളം പതാക ഉയർത്തൽ ചടങ്ങുകൾ, അഭ്യാസങ്ങൾ, ഇന്ത്യൻ ദേശീയ ഗാനമായ ജനഗണമന ആലാപനം എന്നിവയും നടക്കും. കൂടാതെ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ നടക്കുന്നു. പഴയ ഡൽഹിയിലെ മുഗൾ കോട്ടയായ ചെങ്കോട്ടയിൽ നടക്കുന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതിന് ശേഷം സായുധ സേനയിലെയും പോലീസിലെയും അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരേഡും നടക്കും. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു. ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധി ദിവസമാണ്. രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു. അന്നേ ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ചെങ്കോട്ട അഥവാ റെഡ് ഫോർട്ട്, ചുവന്ന കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന സ്മാരകം. തൻ്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ, രാജ്യം കഴിഞ്ഞ വർഷം നേടിയ അംഗീകാരങ്ങൾ, രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് നിർദ്ദേശങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിൽ നിർദ്ദേശിക്കുന്നു, അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ അന്തരിച്ചവർക്ക് ആദരാഞ്ജലികളും അന്നേ ദിവസം പ്രധാനമന്ത്രി അർപ്പിക്കുന്നു. സ്വാതന്ത്ര്യദിന പരിപാടികൾ ഔദ്യോഗികമായി പ്രക്ഷേപണം ചെയ്യുന്നത് ദൂരദർശനാണ്. സാധാരണയായി ഉസ്താദ് ബിസ്മില്ല ഖാന്റെ ഷഹനായി സംഗീതത്തിൽ നിന്നാണ് തത്സമയ പരിപാടികൾ ആരംഭിക്കുന്നത്. പതാക ഉയർത്തൽ ചടങ്ങുകൾ, പരേഡുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നു.
എന്താണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഹിസ്റ്ററി അഥവാ ചരിത്രം എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് 1947 ഇന്ത്യക്കാർ എല്ലാവരും അവരുടെ ഒന്നാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചതിൻ്റെ ചിത്രങ്ങളാണ്. ഇതോടുകൂടി ബ്രിട്ടീഷ് രാജ് അല്ലെങ്കിൽ കൊളോണിയൽ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കാണ് നമ്മൾ ഇനി കടന്നു ചെല്ലുന്നത്. ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം ഇന്ത്യൻ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന കൊളോണിയൽ കാലഘട്ടത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആദ്യമായി ചരിത്രത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ 17-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ വ്യാപാരികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാലുകുത്താൻ തുടങ്ങി. 18-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനിക ശക്തിയിലൂടെ പ്രാദേശിക രാജ്യങ്ങളെ കീഴടക്കി പ്രബല ശക്തിയായി മാറി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഇന്ത്യ ഗവൺമെൻറ് ആക്ട് 1858 അനുസരിച്ച് ബ്രിട്ടീഷ് രാജഭരണകൂടം ഇന്ത്യയുടെ മേൽ നേരിട്ടുള്ള ഭരണം ഏറ്റെടുത്തു അല്ലെങ്കിൽ നിയന്ത്രണം ഏറ്റെടുത്തു. 1885 രൂപവൽക്കരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലുടനീളം ഉയർന്നു വന്നു. പിന്നീട് രാജ്യവ്യാപകമായി നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്കും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അഹിംസാ മാർഗങ്ങളും ആരംഭിച്ചു. 1947 ഓഗസ്റ്റ് 15 മുൻപ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായി പോരാടുകയായിരുന്നു. ഇന്ത്യയിലെ നേതാക്കളും പൗരന്മാരും നടത്തിയ എണ്ണമറ്റ ത്യാഗങ്ങളോടെ സ്വാതന്ത്ര്യ സമരം ദീർഘവും പ്രയാസകരവും ദുഷ്കരവുമായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം 1920-22 കാലഘട്ടം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930-32 കാലഘട്ടം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942 എന്നിവ ഉൾപ്പെടെ വിവിധ പ്രസ്ഥാനങ്ങളാൽ രൂപീകൃതമായതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു ശേഷം ബ്രിട്ടീഷ് സർക്കാർ വളരെ ക്ഷീണിതരും സാമ്പത്തിക ബുദ്ധിമുട്ടിലുമായിരുന്നു. അതിനാൽ അവർ സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറായി. ബ്രിട്ടീഷ് പാർലമെന്റ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയതിലൂടെയും ചർച്ചകളിലൂടെയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ഏറെക്കുറെ ഔപചാരികമായി നടപ്പാക്കി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് 2 പുതിയ ആധിപത്യങ്ങൾ സൃഷ്ടിച്ചു. ഒന്ന് ഇന്ത്യയും രണ്ടാമത്തേത് പാകിസ്ഥാനും. അങ്ങനെ ഓഗസ്റ്റ് 14-15 തീയതികളിലെ അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ വിധി സാക്ഷാത്കരിക്കപ്പെടുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തൻ്റെ പ്രസിദ്ധമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗം നടത്തിയതോടെയാണ് പുതിയ രാഷ്ട്രത്തിൻ്റെ പിറവി അടയാളപ്പെടുത്തിയത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ അവസാനവും ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ ജനനവും ആഘോഷിക്കുന്ന ഈ ദിവസം ഇപ്പോൾ എല്ലാ വർഷവും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കപ്പെടുന്നു. എന്തൊക്കെ ആഘോഷങ്ങളാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്ന് നോക്കാം. ഇന്ത്യയിലെ 3 ദേശീയ അവധി ദിവസങ്ങളിൽ ഒന്നായ സ്വാതന്ത്ര്യദിനം എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആചരിക്കുന്നു. മറ്റ് 2 ദേശീയ അവധി ദിവസങ്ങളാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനവും ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനവും. സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേ ദിവസം രാഷ്ട്രപതി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു. ഓഗസ്റ്റ് 15 ദില്ലിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ പതാക ഉയർത്തുന്നു. ബഹുമാനാർത്ഥം 21 തവണ നിറയൊഴിക്കുന്നു. പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും കൂടുതൽ വികസനത്തിന് ആഹ്വാനം നൽകുകയും ചെയ്യുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കൾക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പിന്നീട് ഇന്ത്യൻ ദേശീയ ഗാനം ജനഗണമന ആലപിക്കുന്നു.
പ്രസംഗത്തെ തുടർന്നാണ് ഇന്ത്യൻ സായുധ സേനയുടെയും അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും പരേഡുകൾ നടക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പാരമ്പര്യങ്ങളുടെയും രംഗങ്ങൾ പ്രദർശിപ്പിക്കുന്നു. സമാനമായ സംഭവങ്ങൾ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ നടക്കുന്നു. വ്യക്തിഗത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ദേശീയ പതാക ഉയർത്തുന്നു. തുടർന്ന് പരേഡുകളും പരിപാടികളും നടക്കുന്നു. പതാക ഉയർത്തൽ ചടങ്ങുകളും സാംസ്കാരിക പരിപാടികളും രാജ്യത്തുടനീളമുള്ള സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളിലും നടക്കുന്നു. സ്കൂളുകളും കോളേജുകളിലും പതാക ഉയർത്തൽ ചടങ്ങുകളും സാംസ്കാരിക പരിപാടികളും നടത്തുന്നു. രാജ്യത്തോടുള്ള കൂറ് പ്രതീകപ്പെടുത്തുന്നതിന് വ്യത്യസ്ത വലിപ്പത്തിലുള്ള ദേശീയ പതാകകൾ ധാരാളമായി ഉപയോഗിക്കുന്നു. പൗരന്മാർ അവരുടെ വസ്ത്രങ്ങൾ, റിസ്റ്റ് ബാൻഡുകൾ, കാറുകൾ, വീട്ടുപകരണങ്ങൾ എന്നിവ ത്രിവർണത്തിൻ്റെ പകർപ്പുകൾ കൊണ്ട് അലങ്കരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾ, പ്രത്യേകിച്ചും ഇന്ത്യൻ കുടിയേറ്റക്കാർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ന്യൂയോർക്ക്, മറ്റു US നഗരങ്ങൾ പോലുള്ള ചില പ്രദേശങ്ങളിലും സ്ഥലങ്ങളിലും ഓഗസ്റ്റ് 15 പ്രവാസികളിലും പ്രാദേശിക ജനങ്ങളിലും ഇന്ത്യ ദിനമായി മാറി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം. ഓഗസ്റ്റ് 15 നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെങ്കോട്ട അല്ലെങ്കിൽ റെഡ് ഫോർട്ടിൽ ദേശീയ പതാക ഉയർത്തുന്നു. തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീര ജവാന്മാരെ അനുസ്മരിക്കുന്നു. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വിവിധയിടങ്ങളിൽ പതാക ഉയർത്തൽ ചടങ്ങുകളും സാംസ്കാരിക പരിപാടികളും നടക്കുന്നു. ഇന്ത്യൻ പൗരന്മാർ രാജ്യസ്നേഹത്തോടെ ഈ ദിനം ആചരിക്കുന്നു. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സംസ്കാര രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും പ്രാദേശിക ഭാഷകളിൽ പതാക ഉയർത്തൽ ചടങ്ങുകൾക്കൊപ്പം ദേശസ്നേഹ ഗാനങ്ങൾ ടെലിവിഷൻ, റേഡിയോ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്നു. ദേശസ്നേഹ സിനിമകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പല കടകളിലും പലപ്പോഴും സ്വാതന്ത്ര്യദിന പ്രമോഷനുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ തപാൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ സമര നേതാക്കളെയും ദേശീയത വിഷയങ്ങളെയും പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും ചിത്രീകരിക്കുന്ന സ്മാരക സ്റ്റാമ്പുകൾ പ്രസിദ്ധീകരിക്കുന്നു. സ്വാതന്ത്ര്യവും വിഭജനവും സാഹിത്യത്തിനും മറ്റ് കലാസൃഷ്ടികൾക്കും പ്രചോദനമാകുന്നു. ഇന്റർനെറ്റിൽ 2003 മുതൽ ഗൂഗിൾ ഇന്ത്യൻ ഹോം പേജിൽ പ്രത്യേക ഡൂഡിൽ ഉപയോഗിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നു. സ്വാതന്ത്ര്യദിനം നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന പ്രധാന സുരക്ഷാ ഭീഷണികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ് 3 വർഷങ്ങൾക്ക് ശേഷം വടക്കുകിഴക്കൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനം ബഹിഷ്കരിക്കണമെന്ന് നാഗ നാഷണൽ കൗൺസിൽ ആവശ്യപ്പെട്ടു. 1980കളിൽ ഈ പ്രദേശങ്ങളിലെ വിഘടനവാദ പ്രതിഷേധം ശക്തമായി. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡ് തുടങ്ങിയ വിമത സംഘടനകൾ സ്വാതന്ത്ര്യദിനം ബഹിഷ്കരിക്കാനും തീവ്രവാദ ആക്രമണങ്ങൾക്കും ആഹ്വാനം ചെയ്തു. 1980കളുടെ അവസാനം മുതൽ ജമ്മു കാശ്മീരിൽ കലാപം വർദ്ധിച്ചതോടെ വിഘടനവാദ പ്രതിഷേധക്കാർ സ്വാതന്ത്ര്യദിനം ബന്ദായി ആചരിക്കുകയും കറുത്ത പതാകകളുടെ ഉപയോഗം, പതാക കത്തിക്കൽ എന്നിവ ഉപയോഗിച്ച് സ്വാതന്ത്ര്യദിനം ബഹിഷ്കരിച്ചു. തീവ്രവാദ ഗ്രൂപ്പുകളായ ലഷ്കർ ഇ ത്വയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ, ജയ്ഷ ഇ മുഹമ്മദ് എന്നിവർ ഭീഷണി മുഴക്കുകയും സ്വാതന്ത്ര്യദിനത്തിൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനം ആഘോഷം ബഹിഷ്കരിക്കണമെന്ന് വിമത മാവോയിസ്റ്റ് സംഘടനകളും വാദിക്കുന്നു. തീവ്രവാദ ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച് ദില്ലി, മുംബൈ പോലുള്ള പ്രധാന നഗരങ്ങളിലും പ്രശ്നബാധിത സംസ്ഥാനങ്ങളായ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ചെങ്കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് വ്യോമാക്രമണം തടയുന്നതിനായി നോ ഫ്ലൈ സോണായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാന ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രതീകമായി പട്ടം പറത്തൽ പരിപാടി കണക്കാക്കപ്പെടുന്നു. ആളുകൾ വിപണിയിൽ നിന്ന് വിവിധ നിറങ്ങളിലും ഷെയ്ഡുകളിലും ശൈലികളിലുമുള്ള പട്ടങ്ങൾ സ്വന്തമാക്കുന്നു അല്ലെങ്കിൽ വാങ്ങുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ് ഡൽഹിയിലെ ചെങ്കോട്ട.
1947 ഓഗസ്റ്റ് 15 ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പതാക അനാച്ഛാദനം ചെയ്ത സ്ഥലമാണിത്. സ്വാതന്ത്ര്യദിനത്തെ കുറിച്ച് പറയുമ്പോൾ ഒപ്പം തന്നെ 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തെക്കുറിച്ചും പറഞ്ഞു പോകാതെ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാനായി സാധിക്കില്ല. എന്താണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം എന്നത് നമുക്ക് നോക്കാം. 1947 ഓഗസ്റ്റ് 15 യുണൈറ്റഡ് കിങ്ഡം UK പാർലമെന്റ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കി. ജുഡീഷ്യൽ പരമാധികാരം ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. എലിസബത്ത് രാജ്ഞിയുടെ പിതാവായ ജോർജ് ആറാമൻ രാജാവ് രാജ്യം പൂർണ്ണമായ ഒരു റിപ്പബ്ലിക്കൻ ഭരണഘടനയിലേക്ക് മാറ്റുന്നത് പൂർത്തിയാക്കുന്നത് വരെ സംസ്ഥാനത്തിൻ്റെ തലവനായി തുടർന്നു. വളരെ ചുരുക്കത്തിൽ നമുക്ക് സ്വാതന്ത്ര്യദിനത്തിൻ്റെ സവിശേഷതകൾ ഒന്നുകൂടി നോക്കാം. ആദ്യത്തേത് രാജ്യസ്നേഹം. നമ്മുടെ രാജ്യത്തിനെ സ്നേഹിക്കുകയും അതിൻ്റെ വളർച്ചയിൽ പങ്കുചേരുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം സ്വാതന്ത്ര്യദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തേത് ത്യാഗസ്മരണ. സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഈ ദിവസം അനുസ്മരിക്കുന്നു. മൂന്നാമത്തേത് പ്രതിജ്ഞ. രാജ്യത്തിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും രാജ്യത്തെ സ്നേഹിക്കുമെന്നും പ്രതിജ്ഞയെടുക്കുന്നു. നാലാമത്തേത് പുരോഗതിക്കായി പ്രവർത്തിക്കുക. രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനും ഈ ദിവസം പ്രതിജ്ഞയെടുക്കുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട സന്ദേശം എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഈ ദിവസം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ സന്തോഷവും അഭിമാനവും ഒത്തുചേരുന്ന ദിനമാണ്. നമ്മുടെ രാജ്യത്തിനായി ജീവൻ നൽകിയ ധീര ജവാന്മാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഈ അവസരത്തിൽ നമുക്കൊന്ന് സ്മരിക്കാം. അവരുടെ ത്യാഗമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനം. ഈ ദിനത്തിൽ നമ്മുടെ രാജ്യത്തിനെ സ്നേഹിക്കുകയും അതിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുകയും ചെയ്യാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു, നേരുന്നു. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ മികച്ച വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.